ഹലോ, എല്ലാവർക്കും സി കംപ്ലീറ്റ് ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ മുറ്റമൊക്കെ അടിക്കാൻ ഇറങ്ങിയേക്കണേണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ടൈമിൽ തന്നെ രാവിലത്തെ ജോലികളൊക്കെ മുറ്റം അടിക്കുന്ന ജോലിയൊക്കെ രാവിലെ തന്നെ ഒക്കെ കഴിയും. അപ്പോൾ ആപ്പിളിനെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഓടി നടക്കുന്നുണ്ട്, അങ്ങനെ പേടിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് രാത്രി പുറത്തോട്ട് ഇറങ്ങാനൊക്കെ പേടിയായിരിക്കും. പിന്നെ ചേട്ടൻ രാവിലെ നടക്കാൻ പോകാൻ ഇറങ്ങണ സമയമാണ് ഇപ്പം. അപ്പോൾ ചേട്ടൻ അവിടെ ഉള്ളപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചൊക്കെ കയറും. അപ്പോൾ അതേ ചേട്ടൻ റെഡിയാവുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അടിച്ച് കയറും. പിന്നെ നമുക്ക് അകത്തുള്ള പണികളൊക്കെ അല്ലേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ വാതിലടച്ച് ചെയ്താലും കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ ചേട്ടൻ ഇറങ്ങാൻ പോവുക. അത് കഴിഞ്ഞ് ഞാൻ അവനെ പൂട്ടിയിട്ട് അകത്തോട്ട് കയറും. ഇനി നമുക്ക് കിച്ചണിൽ കയറണം. അതിനു മുമ്പ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാലുള്ളൂ നമ്മൾ കിച്ചണിലോട്ട് കയറത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും മീനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് അകമൊക്കെ അടിച്ച് വാരണം, തുടക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഡെയിലി ഞാനതങ്ങ് ചെയ്തേക്കും, തുടക്കൽ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ മുടക്കാറില്ല. അപ്പോൾ എന്തായാലും നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ആ റൂമിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയർബാക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ കുഷ്യനും എല്ലാം ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, അപ്പം രാവിലെ തന്നെ വീട് നല്ല ക്ലീനായിരിക്കും. പിന്നെ അത് തന്നെ നമുക്ക് രാവിലെ വിളക്ക് കത്തിക്കണം. അപ്പോൾ കുളിച്ച് നമ്മൾ ഒന്ന് തുടച്ചിട്ടൊക്കെ ഞാൻ വിളക്ക് കത്തിക്കാറുള്ളൂ. പിന്നെ ആ ജോലികളൊക്കെ അടിച്ചൊക്കെ കഴിഞ്ഞ് അടിക്കാൻ കയറുമ്പോൾ തന്നെ ഓരോ റൂമിലെന്ന് പറയാനായിട്ട് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ റൂമിലൊന്നും ചെയ്യണ്ട, എല്ലാം ക്ലീനായിട്ട് കിടക്കണം. ഇതിപ്പോൾ ഞങ്ങൾ കിടക്കണ ബെഡ്റൂമാണ്. അപ്പം അത് നമ്മളൊന്ന് അടിക്കണ നേരത്ത് തന്നെ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ബാക്കി റൂമിലൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിക്കുള്ളൂ. ഇപ്പോൾ ആരും ഇല്ലല്ലോ, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം അതുപടി തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ രാവിലെ ചെയ്യുന്ന ജോലികളാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അപ്പോൾ ഇത് രാവിലെ മടിയില്ലാണ്ട് ഞാൻ ചെയ്യണൊരു ജോലിയാണ്. രാവിലത്തെ പരിപാടി ഇതാണ്. അത് കഴിഞ്ഞിട്ട് പോലും കിച്ചണിലോട്ട് കയറുള്ളൂ. അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം ഐസ് പോകാനൊക്കെ ഇടും. ആ നേരത്താണ് ബാക്കിയുള്ള നമ്മുടെ ജോലികളൊക്കെ അടിക്കൽ, തുടക്കൽ അതൊക്കെ കഴിയും. അപ്പോൾ ഏതാണ്ട് ഒരു 5:45 ആകുമ്പോഴേക്കും ക്ലീനിങ് കഴിയും. എന്നിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇനി ഒന്ന് തുടക്കവും കൂടി വേണം. തുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് തുടക്കും. പിന്നെ നമ്മുടെ കയറി വരുന്ന പിന്നെ ലിവിങ് റൂമും തുടക്കും. ബാക്കിയുള്ളതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം തുടക്കമുള്ളൂ. ഇത് കയറി വരുന്ന റൂമും ഇതും അത് വെള്ള ടൈലായതുകൊണ്ട് എപ്പോഴും പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വിളക്കും കത്തിക്കണമുണ്ട്, രാവിലെ തന്നെ അതങ്ങ് തുടച്ചേക്കും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ തീർന്നു. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, മുറ്റടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ് സെക്ഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ ജോലി കുറയും. പിന്നെ നമുക്ക് വീടൊക്കെ നല്ല വൃത്തിയാണല്ലോ. പിന്നെ ഇനി നേരെ കിച്ചണിലോട്ടാണ്. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ഈ റൂമും കൂടി ഒന്ന് തുടക്കണം, നമ്മുടെ സിറ്റ് ഔട്ടും കൂടി. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ രാത്രി തന്നെ തുടച്ചിടുന്നതുകൊണ്ട് അതൊക്കെ ക്ലീനാണ്. അപ്പോൾ അതിലോട്ടൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ മൊത്തം നമ്മുടെ സെറ്റായിട്ടിരിക്കണതാണ്. ഇനി നമുക്ക് ഇനിയിപ്പോൾ കിച്ചണിലൊന്ന് കയറണം, കുളിക്കണം. അത് കഴിഞ്ഞിട്ട്
ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പം ഞാൻ കിച്ചണിൽ കയറിയിട്ട് പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് തോരൻ കപ്പങ്ങയാണേ. അപ്പം ഞാൻ കപ്പങ്ങയൊക്കെ ചെത്തിയൊക്കെ വെക്കും. സമയമുണ്ടെങ്കിൽ അരിഞ്ഞു വെക്കും. എന്നിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല. അതുകൊണ്ട് തൊലിയൊക്കെ ചെത്തിയൊക്കെ വെക്കും. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി വെക്കും. ഇപ്പോൾ ഒരാൾ മീനായതാണെന്ന് വിചാരിച്ചാണ് മേളയിൽ നിന്ന് വന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അരി ഒന്ന് വെള്ളത്തിലിട്ട് കുത്തി വെക്കും, ചോറ് വെക്കാനുള്ള അരി. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി വന്നിട്ടുള്ളൂ അരി പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം വെക്കുള്ളൂ. അതും റൈസ് കുക്കറിലോട്ട് നമ്മളെടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത് പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ലാത്ത ദിവസമാണ്. പിന്നെ മീൻ അയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം മീനിൻ്റെ പരിപാടികളൊന്നുമില്ല, ഇനിയിപ്പോൾ വന്നിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള നമ്മുടെ തോരൻ്റെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണേണ്. അപ്പം ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ അരി വെള്ളത്തിലോട്ട് ഇടാൻ പോയതാണ്. അപ്പോഴേക്കും നമ്മുടെ റോണോ ചാടി എൻ്റെ മേത്തോട്ട് കയറിയിരുന്നേ. അവൻ്റെ സ്ഥിരം പണി, അവനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നിൽക്കണം, അതാണ് അവൻ്റെ പരിപാടി. അല്ലെങ്കിൽ അവൻ മേത്തോട്ട് ചാടി കയറും. പിന്നെ ഞാൻ അവനെ ഇരുത്താൻ വേണ്ടിയിട്ടൊരു സ്റ്റൂള് പോയി എടുത്തുകൊണ്ട് വന്ന് അവനെ അതുമേ ഇരുത്തും. അല്ലെങ്കിൽ അവനെ രാവിലെ കുറച്ച് നേരം നമ്മളൊന്ന് എടുത്തുകൊണ്ടിരിക്കണം. അപ്പം രാവിലെ നമ്മൾ ധൃതി പണിയുടെ നേരത്ത് നമുക്ക് അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ പിന്നെ ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവനതിൽ ഇരുത്തിക്കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, നേരെ നമ്മുടെ മേത്തോട്ട് ചാടി അങ്ങോട്ട് കയറും. നമ്മുടെ സ്കേർട്ട് വഴി കയറി അവൻ കയറി തുളയിരിക്കും. അതവൻ്റെ പരുവണ്ട. ഇപ്പോൾ അവന് കഴിയില്ല കയറാനായിട്ട്. അവൻ എൻ്റെ കണ്ട് പുറത്ത് കയറിയിരിക്കുക. അതവൻ്റെ പരിപാടി. എന്നിട്ട് അരിയൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകും. അപ്പം അങ്ങനെ ഞാൻ അതേ കുളിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിളക്ക് കത്തിക്കണം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് വരുന്നത്. പിന്നെ കാപ്പി എന്തെങ്കിലും കുടിച്ചിട്ട് അമ്പലത്തിൽ പോവും. അപ്പോൾ ഒരു 7:30 7:45 ആകുമ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് വരുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിന് ശേഷമൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണേ. രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ. അപ്പോൾ അത് നമ്മൾ ഡെയിലി അങ്ങനെ ചെയ്യണോണ്ട് നമുക്കതൊരു ഇതാണ്. പിന്നെ എന്തെങ്കിലും ഇതുകൊണ്ട് നമുക്ക് കുളിക്കാണ്ടിരുന്നാൽ നമുക്കെന്തോ പോലെയാണ്. അതങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കും. അങ്ങനെ കുളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ്
പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അപ്പോൾ ഒരു 7:15 കാത്തു വിളിക്കും. എല്ലാ ദിവസവും അവിടെ നിന്ന് രാവിലെ അവൾ വിളിക്കും. അവൾ കോളേജിൽ പോകാനായിട്ട് റെഡി ആകുമ്പോഴേക്കും എന്നെ വിളിക്കും. അപ്പം മോനാണെങ്കിൽ ഉച്ചക്കും വൈകിട്ടുമാണ് വിളിക്കുന്നത്. രാവിലെ അവന് പോകാനുള്ള തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ ഷഷ്ടിയൊക്കെ കാരണം ഇന്ന് നൊയമ്പ് ഞാൻ ഒരു കുറച്ച് വെള്ളത്തിൽ തുളസിയിട്ട് രാവിലെ തന്നെ നൊയമ്പ് വീടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കാപ്പി കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് സ്ഥിരം പണിയാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നമുക്കൊരു ബ്രൂ കോഫി കുടിക്കണം, എന്നാലേ ഉള്ളൂ നമുക്കൊരു സുഖമാവുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വന്ന് പാലൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ്. അപ്പം കാത്തു വിളിക്കും. ഈ സമയമാണ് കാത്തു എപ്പോഴും വിളിക്കുന്നത്. പോരാത്തിന് ഇത്രയും ദിവസം നൊയമ്പും കൂടി ആയിരുന്നപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നമ്മൾ ചോറൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ടേ നമുക്ക് സ്റ്റാമിന കുറവായിരിക്കും. എന്നിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞ് കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അമ്പലത്തിലോട്ട് പോവും. അപ്പോൾ കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൊക്കെ റെഡിയാക്കണേണ്. അപ്പോൾ ഞാൻ 2 പുട്ട്, ഒരു പുട്ട് ചേട്ടനുണ്ടാക്കി വെച്ച് പിന്നെ ഇനിയൊരു പുട്ടും കൂടിയാണ്. അപ്പോൾ പുട്ടും പഴമാണെന്ന്. അപ്പോൾ ഇന്ന് മീനൊക്കെ ആയതുകൊണ്ട് സാവധാനമാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടന് പോകാനുള്ള ടൈമൊക്കെ ആയി. അപ്പോൾ ഈ ചേട്ടനൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ എടുത്ത് ടേബിളിലെടുത്ത് വെക്കണം. അങ്ങനെ ചേട്ടനുള്ള കാപ്പിയൊക്കെ കൊടുത്തു. ചേട്ടൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടികളാണ്. അപ്പോൾ അത് ഞാനിപ്പോഴാണ് അരി അടുപ്പത്തിടുന്നത്. പിന്നെ റൈസ് കുക്കറിലോട്ട് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കണം. ചേട്ടൻ പോകണപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്താ ചേട്ടൻ ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി സ്പീഡിലാണ് ഒക്കെ കഴിച്ചത്. അപ്പം ഞാൻ പയ്യെ ഒക്കെ കുറച്ച് നേരം ഒക്കെ കൊണ്ടാണ് കഴിപ്പൊക്കെ ആയത്. പിന്നെ നമുക്കിന്ന് ഇതേ കറി വെക്കണം. അപ്പോൾ ഇന്ന് അയില പൊള്ളിക്കണം. ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്നത്തെ കറികളിൽ. അപ്പോൾ നമുക്കിന്ന് ഒരു ചാറുകറി വെക്കണം. അപ്പോൾ ചെമ്മീപ്പുളിയും പരിപ്പും കൊണ്ടാണ് ചാറുകറി വെക്കുന്നത്. നിങ്ങളാരെങ്കിലും അങ്ങനെ വെക്കാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെമ്മീപ്പുളിയും പരിപ്പും കൂടി ഇട്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ച് വെക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒഴിച്ചുകറി. അപ്പോൾ ഷഷ്ടിയുടെ നൊയമ്പൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പം അതൊക്കെ ഇന്ന് നോമ്പ് വീടുക. അപ്പം 2 ദിവസമായിട്ട് കുറച്ച് ഇതായിട്ട് നൊയമ്പുകാരനെ കള്ളപ്പണിയായിരുന്നു. അപ്പോൾ നമ്മൾ പരിപ്പും ചെമ്മീപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് വേവിച്ചെടുക്കണേ. അപ്പം ഞാനിത് വേവിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഇത് കണ്ടോ, അയില. ഈ അയില മീൻ കൊണ്ട് നമ്മളിന്ന് വാഴയിലയിൽ പൊള്ളിച്ചെടുക്കണേ. അതാണ് ഇന്നത്തെ വിഭവം. അപ്പം ഇന്ന് മീൻ കറിയില്ല. മീൻ അത് കാരണം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണേ. വേറെ എണ്ണ ഒന്നും എടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഉറുമ്പതിൻ്റെ അകത്ത് അപ്പം നമ്മുടെ അയില മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അധികം അങ്ങോട്ട് വറുത്തെടുക്കണ്ട കേട്ടോ, മൊരിഞ്ഞ രീതിയിൽ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തോരൻ കപ്പങ്ങയാണ്. അപ്പം ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. അപ്പം ഇപ്പം നമുക്ക് ആ സമയം കിട്ടിയത്. സാധാരണ രാവിലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ട് പോകുന്നതാണ്. പിന്നെ വേറെ പരിപാടിക്കൊക്കെ പോയി വേറെ സമയം ഉണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ കഷ്ടിക്ക് നാമ്പട അമ്പലത്തിലാണ് പോയത്. തിരക്കുണ്ടായെന്ന് പറഞ്ഞാൽ വലുതായിട്ട് തിരക്കൊന്നും ഉണ്ടായില്ല. അഭിഷേകമൊക്കെ കാണാൻ പറ്റി. ഇത് നമ്മൾ ഇങ്ങനെ കൊത്തി അരിയണ തന്നെയാണ് നല്ലത്. നമുക്ക് ആ ക്യാരറ്റ് അരിയണ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുഴഞ്ഞ പോലെ. അതാണ് ഈ കൊത്തി കൊത്തി അരിഞ്ഞിട്ട്. എൻ്റെ മറ്റേ ചോപ്പർ ഉണ്ടായിരുന്നേ, അത് കേടായിപ്പോയി. അതുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞേ.
നമ്മുടെ മീനൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിയാണ്ടിരിക്കാനേ നമ്മളൊന്ന് എന്ന് വിചാരിച്ച് വേഗാണ്ട് ഇരിക്കരുതത്ര. നമ്മുടെ കറി ചെമ്മീപ്പുളിയും പരിപ്പുള്ള കുക്കറിലേ വെച്ചേക്കണേ. നമ്മുടെ കപ്പങ്ങയൊക്കെ അരിഞ്ഞ് വീഴാറായി. കപ്പങ്ങയും പയറും ഉണ്ട്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കപ്പങ്ങയും പയറും. അതുകൊണ്ട് ഇപ്പോഴും കപ്പങ്ങ വെറുതെ വെക്കത്തില്ല, പയറും കൂടി കൂട്ടിയിട്ടാണ് വെക്കുന്നത്. പയറൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് പച്ചമുളകും കൂടി ഇടാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് കുറച്ച് സവാള വഴറ്റിയെടുക്കണം. സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി വഴറ്റിയെടുത്തിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഈ വറുത്തതിൻ്റെ മേലെ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മൾ വെജിറ്റേറിയനാണെങ്കിൽ ഒരു പണിയില്ല, എളുപ്പവും പരിപാടിയൊക്കെ. മീനും ഇതൊക്കെ വെക്കുമ്പോഴാണ് ഈ പണികൾ. ഇത് നമ്മൾ ഭയങ്കര ചെറുതാക്കി വേണം കേട്ടോ സവാള കരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലോട്ട് നീളത്തിലരി ചെറുതാക്കി അരിഞ്ഞ് എടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കാം.
നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. എൻ്റെ കാത്തൂന് ഇഷ്ടമുള്ളത് അറിയാൻ മതി. കാത്തൂന് ഇലയെ പൊളിക്കണം എന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമായി. ഇനി നമ്മൾ ആ മീൻ വറുക്കുന്നതിൽ തന്നെ ഇത് അങ്ങോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആവണ്ട. നമ്മുടെ മീനൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സവാളയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീപ്പുളിയും പരിപ്പും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കറിയെ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്ത് ഇതിലോട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ
ജീരകം എടുത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടുപ്പത്തോട്ട് വെക്കാം. കഴുകണ നമ്മുടെ അഴിക്കാണ് അപ്പം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് പണി എളുപ്പം കഴിയും. അപ്പം നമ്മുടേത് ഇതൊന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ളതാണ്. സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി വഴറ്റിയിട്ട് നമ്മളതിൽ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലി, മുളക്, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, അതാണ് നമ്മളിതിൻ്റെ മസാലയായിട്ട് ഇടുന്നത്. പിന്നെ ഞാൻ അപ്പുറത്ത് തന്നെ നമ്മുടെ ചാറ് കയറിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് താളിക്കണം. അപ്പോൾ അതേ നമ്മുടെ ചാറ് കറിയൊക്കെ റെഡിയായി. പിന്നെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെയാണ് ഞാനിപ്പം ഒരു 3 വാഴലെടുത്തിട്ട് അതൊന്ന് വാട്ടി അതിലോട്ട് മീനും ഈ ഗ്രേവിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞ് എടുക്കും. പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ വാഴനാരുണ്ടെങ്കിൽ വാഴനാര് കൊണ്ട് കെട്ടാം. എൻ്റെ അടുത്ത് ഞാൻ വാഴനാരൊന്നും എടുത്തില്ല. അതിന് പകരം ഞാനൊരു നൂല് കൊണ്ടാണ് കെട്ടി വെച്ചത് കേട്ടോ. എന്നിട്ട് നമുക്കിത് വേറെ ഒരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അത് ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കണം. ഇത് പൊതിയണേക്കാട്ട് മുമ്പ് തന്നെ. പിന്നെ ചിലവർ ഇതിൽ തക്കാളി വേണമെങ്കിൽ ഇടാം പുളിക്ക്. ഞാൻ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ എല്ലാം നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞു കൊടുത്ത് വെച്ച് വാഴയിലയുടെ നാരുണ്ടെങ്കിൽ അങ്ങനെ നല്ലതാണ്. പക്ഷേ എനിക്ക് വാഴയിലയുടെ നാരെടുത്തിട്ട് ശരിയാവുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. ഉണ്ടാ അങ്ങനെ ഞാൻ എല്ലാത്തിനും അങ്ങനെ പൊതിഞ്ഞെടുക്കുക. ഒരെണ്ണം നമ്മൾ ഇച്ചിരി പൊട്ടി.
ഇനി നമുക്ക് മൂങ്ങിനെ എന്താ ചെയ്യണേന്ന് കാണാം. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാൻ എടുക്കണേന്ന് ഇരുമ്പിൻ്റെ ചട്ടിയാട്ടാ. അപ്പോൾ പെട്ടെന്ന് ചൂട് നിൽക്കും നമുക്ക്. എൻ്റെ അടുത്ത് ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അത് പോയി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാനാണ്, ഇത് കട്ടിയുള്ള പാനാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മുടെ ഈ മീനൊക്കെ അതിൽ വാഴയില ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചേക്കണം. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഇത് വെച്ച് പിന്നെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ മീനൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് അപ്പുറം നമുക്ക് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടോടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചൂടോടി കഴിച്ചില്ലെങ്കിൽ ആ കഴിക്കണ നേരത്തെ ഒന്നും കൂടി ചൂടാക്കി വേണം കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.